പലർക്കൊരു ധാരണയുണ്ട് നമ്മളുടെ വീടിൻ്റെ കോമ്പൗണ്ടിന് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോഴത്തേക്കും അപ്പുറത്ത് മതിലിൽ തൊട്ടപ്പുറത്ത് ചിലപ്പം അളിയനോ മച്ചമ്പിയോ ആയിരിക്കും താമസിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കൺസെൻറ്റ് കിട്ടും. അപ്പം അവിടെ പോയി ബൗണ്ടറിയിലേക്ക് അങ്ങ് കയറ്റി അങ്ങ് വയ്ക്കാം, അത്രയും സ്ഥലം നമുക്ക് വീട്ടിൽ കിട്ടുമല്ലോ എന്നൊരു മിഥ്യാധാരണയിൽ പലപ്പോഴും ചെയ്യാറുണ്ട്. സൗത്ത് വെസ്റ്റ് ആസ് എ ബ്ലോക്ക് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വീട്ടിലെ സ്ത്രീകൾക്കാണ് അതിൻ്റെ ഒരു ദോഷം വരുന്നതെന്നാണ് വാസ്തു പറയുന്നത്. മാത്രമേ ആ എക്സ്റ്റൻഷൻ വേണമെങ്കിൽ നമുക്കത് വളരുന്ന വീടുകൾ എന്നൊക്കെ പറഞ്ഞ് നല്ലൊരു കോൺസെപ്റ്റാണ് കേട്ടോ, മനോഹരമായ കോൺസെപ്റ്റാണ് ഈ വളരുന്ന വീടുകൾ എന്ന് പറയുന്നത്. ചില പ്രത്യേക കാര്യങ്ങൾ അറിയാതെ നിങ്ങളുടെ വീട്ടിൽ എക്സ്റ്റൻഷൻസ് നടത്തുമെങ്കിൽ പണി കിട്ടും എന്ന് പറയാൻ കാര്യം, അങ്ങനെ പണി കിട്ടിയ കുറേ ആളുകളുടെ ജീവിതങ്ങൾ ഞാനിപ്പോൾ കണ്ടു. ഈ അടുത്ത് നടന്ന ചില കൺസൾട്ടിങ്ങിൻ്റെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ പറയുന്നത്. എക്സ്റ്റൻഷൻസ് എന്നാൽ ഇവർ എക്സ്റ്റൻഷൻ ചെയ്യുന്നതിന് മുമ്പ് നമ്മളെയോ അല്ലെങ്കിൽ എന്നെപ്പോലത്തെ ആൾക്കാരെയോ ഒക്കെ വിളിച്ചു കഴിഞ്ഞാൽ, അറിയാവുന്ന ആരെങ്കിലും നോക്കിക്കഴിഞ്ഞാൽ ഇതെല്ലാം പ്രിവെൻറ്റ് ചെയ്യാമായിരുന്നു പലപ്പോഴും. എന്താണ് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ, പലർക്കൊരു ധാരണയുണ്ട് നമ്മളുടെ വീടിൻ്റെ കോമ്പൗണ്ടിന് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോഴത്തേക്കും അപ്പുറത്ത് മതിലിൽ തൊട്ടപ്പുറത്ത് ചിലപ്പം അളിയനോ മച്ചമ്പിയോ ആയിരിക്കും താമസിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കൺസെൻറ്റ് കിട്ടും. അപ്പം അവിടെ പോയി ബൗണ്ടറിയിലേക്ക് അങ്ങ് കയറ്റി അങ്ങ് വയ്ക്കാം, അത്രയും സ്ഥലം നമുക്ക് വീട്ടിൽ കിട്ടുമല്ലോ എന്നൊരു മിഥ്യാധാരണയിൽ പലപ്പോഴും ചെയ്യാറുണ്ട്. ഈ മിഥ്യാധാരണ കാരണം ഞാനിപ്പോൾ ഈ അടുത്ത് നോക്കിയ ഒരു സ്ഥലത്ത് പറ്റിയ പ്രശ്നമെന്ന് പറഞ്ഞാൽ, ഇവർ എക്സ്റ്റൻഷൻ ചെയ്തു. അപ്പോൾ എക്സ്റ്റൻഷൻ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ പറയും നോർത്ത് ഭാഗത്തേക്കും ഈസ്റ്റ് ഭാഗത്തേക്കും എക്സ്റ്റൻഷൻ ചെയ്യാം. അപ്പോൾ എൻ്റെ അടുത്ത് തന്നെ ചോദിച്ചു, സാറിൻ്റെ ഈ വീഡിയോ പറഞ്ഞിട്ടുണ്ടല്ലോ നോർത്തിലോട്ടും ഈസ്റ്റിലോട്ടും എക്സ്റ്റെൻഡ് ചെയ്യാമെന്ന്. പിന്നെ എന്താ ഞാൻ നോർത്തിലോട്ടല്ലേ എക്സ്റ്റെൻഡ് ചെയ്തു? പക്ഷേ നോർത്തിലോട്ട് പുള്ളി എക്സ്റ്റെൻഡ് ചെയ്ത് എവിടെയാണെന്നറിയാം, പുള്ളി ബൗണ്ടറിയിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തു. അതായത് നോർത്ത് വശത്തെ ബൗണ്ടറിയിലേക്കാണ് ഇദ്ദേഹത്തിൻ്റെ വീടിൻ്റെ എക്സ്റ്റൻഷൻ കൊണ്ടുവയ്ക്കുന്നത്. അങ്ങനെ വെച്ചപ്പോൾ എന്ത് സംഭവിച്ചു? ക്ലിയറൻസ് എന്ന് പറയുന്ന സാധനം നോർത്തിലില്ല. നിയമപരമായിട്ട് അതൊരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് ഇത്തരം എക്സ്റ്റൻഷൻസ്. ഇനി കൺസെൻറ്റ് കൊടുത്താൽ തന്നെ അവർ പറയുന്നുണ്ട് മിനിമം ഒരു ബൗണ്ടറി വാൾ അബട്ട് ചെയ്യാൻ പാടില്ല, 30 സെൻറ്റിമീറ്ററിൻ്റെ ക്ലിയറൻസ് എങ്കിലും വിടണമെന്ന് പറഞ്ഞിട്ടാണ് കൺസെൻറ്റഡ് ക്ലിയറൻസ്. ഇപ്പം നമ്മുടെ കേരള ബിൽഡിംഗ് റൂൾ അനുസരിച്ചിട്ട് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പ്രൊവിഷൻ വരുന്നത്. കൺസെൻറ്റൊക്കെ പണ്ട് കോമൺ വാൾ ഷെയറിങ് ഒരു കോൺസെപ്റ്റായിട്ട് പണ്ടൊക്കെ ഉപയോഗിച്ചിരുന്നു. ഇപ്പോൾ അത് അങ്ങനെ കാണുന്നില്ല. ഇപ്പോൾ ഫ്ലാറ്റുകളിലൊക്കെ കോമൺ വാൾ ഷെയറിങ്ങിൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നത്, വീടിൻ്റെ കാര്യത്തിലാണ് പറയുന്നത്. ഇൻഡിവിജ്വൽ പ്ലോട്ട്സ് വരുമ്പോൾ കോമൺ വാൾ ഷെയറിങ് വളരെ ആരും ചെയ്യാറില്ലെന്നുള്ളതാണ് സത്യം. പക്ഷേ ഇത് ഇല്ലീഗലായിട്ടൊക്കെ ആയിരിക്കും ചെയ്യുന്നത്. പലപ്പോഴും ഇല്ലീഗലായിട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് പലപ്പോഴും ഇത്തരം സിറ്റുവേഷനിൽ ഈ നോർത്ത് ഭാഗത്തേക്ക്. അപ്പം നമ്മൾ ഒരിക്കലും എക്സ്റ്റൻഷൻ ചെയ്യുമ്പോൾ അബട്ട്മെൻറ്റ് ചെയ്യാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ, നിങ്ങൾ ബൗണ്ടറി അബട്ട്മെൻറ്റാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് നോർത്തിലും ഈസ്റ്റിലും അബട്ട് ചെയ്യരുത് ഒരിക്കലും. കാരണം എന്ന് വെച്ചാൽ നോർത്തിലും ഈസ്റ്റിലും ക്ലിയറൻസ് സ്പേസ് എപ്പോഴും വാസ്തുപരം ഡിമാൻഡ് ഉള്ള. നമുക്കിപ്പോൾ സൗത്തിലും വെസ്റ്റിലും ക്ലിയറൻസ് വളരെ കുറച്ചിരുന്നാലും കുഴപ്പമില്ല, പക്ഷേ നോർത്തും ഈസ്റ്റും എപ്പോഴും ക്ലിയറൻസ് വേണം. കാരണം സൂര്യപ്രകാശം അവിടെ വീഴണം എന്നുള്ളതാണ് അതിനകത്തുള്ള ഒരു കണ്ടീഷൻ. അപ്പം നമ്മൾ മനസ്സിലാക്കാനുള്ളൊരു കാര്യം, ഈ സൂര്യപ്രകാശം വീഴുക എന്നുള്ളൊരു കോൺസെപ്റ്റാണ് ഈ പിശാചി വീതി. നമ്മൾ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. പിശാചി വീതിയിലൊക്കെ അങ്ങനത്തെ ഒരു കോൺസെപ്റ്റാണ് ഈ ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത്. സൂര്യപ്രകാശം വീടിന് ചുറ്റും വീഴണം. അപ്പോൾ അതുകൊണ്ട് ക്ലിയറൻസ് കൃത്യമായിട്ടിട്ട് വേണം വീട് ചെയ്യാൻ എന്നുള്ളതാണ് അതിൻ്റെ സത്യം. പക്ഷേ ഇനി ഈ എക്സ്റ്റൻഷൻസ് ചെയ്യുന്ന സമയത്ത്, അപ്പോൾ ഞാൻ പറഞ്ഞു നോർത്തിലും ഈസ്റ്റും എന്ന് പറയുമ്പോഴത്തേക്കും അത് രണ്ടും നമുക്ക് അബട്ട് ചെയ്യാൻ പാടില്ലെന്ന് ഞാൻ പറഞ്ഞോളൂ. എക്സ്റ്റൻഷൻ ചെയ്യാം, കുഴപ്പമില്ല, സ്ഥലമുണ്ടെങ്കിൽ ചെയ്യാം. പക്ഷേ സൗത്ത് വെസ്റ്റ് ഭാഗം ഒരു കാരണവശാലും നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യാൻ പാടില്ല. സൗത്ത് വെസ്റ്റ് ഇതൊരിക്കലും എക്സ്റ്റൻഷൻ ചെയ്യാൻ പാടില്ലാത്ത ഒരു സംഭവമാണ്. അപ്പോൾ സൗത്ത് വെസ്റ്റിനെ സംബന്ധിച്ച് എന്താണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പലപ്പോഴും കറക്ഷൻ്റെ ഭാഗമായിട്ട് നമുക്കിപ്പോൾ സൗത്ത് വെസ്റ്റ് ഭാഗം കട്ടായി കിടക്കുകയാണ്, അല്ലെങ്കിൽ ഒരു 90 ഡിഗ്രി ഇല്ലാതിരിക്കുന്ന, അങ്ങനെ സമയങ്ങളിലൊക്കെ നമ്മൾ ചിലപ്പോൾ എക്സ്റ്റൻഷൻസ് ചെയ്യാറുണ്ട്. പക്ഷേ സൗത്ത് വെസ്റ്റ് എക്സ്റ്റൻഷൻ ചെയ്യുന്ന സമയത്ത് ആരൂഢം കൃത്യമായിട്ട് നോക്കിയിട്ട് വേണം നമ്മൾ, ആരൂഢത്തിൻ്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി നമുക്ക് സൗത്ത് വെസ്റ്റ് എക്സ്റ്റെൻഡ് ചെയ്യാം. പക്ഷേ സൗത്ത് വെസ്റ്റ് ആസ് എ ബ്ലോക്ക് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വീട്ടിലെ സ്ത്രീകൾക്കാണ് അതിൻ്റെ ഒരു ദോഷം വരുന്നതെന്നാണ് വാസ്തു പറയുന്നത്. ഇനി ഈ എക്സ്റ്റൻഷനുമായിട്ട് അപ്പോൾ എങ്ങനെയാണെങ്കിൽ എവിടെ എക്സ്റ്റെൻഡ് ചെയ്യാന്ന് വെച്ചാൽ, നമ്മൾ നോർത്തിലും ഈസ്റ്റിലും നോർത്ത് ഈസ്റ്റ് എക്സ്റ്റൻഷനാണ് ഏറ്റവും വീടിൻ്റെ
കറക്ഷൻസിൻ്റെ ഓറിയൻറ്റേഷനിലൊക്കെ എപ്പോഴും നല്ലതാവുന്നത് ഈ നോർത്ത് ഈസ്റ്റ് എക്സ്റ്റൻഷനാണ്. അപ്പോൾ അതും നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഈ അബട്ട്മെൻറ്റിൻ്റെ കേസിലാണ് ഞാൻ ഈ വീഡിയോ പറയാൻ തുടങ്ങിയതെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ പല വീഡിയോയിലുള്ള എക്സ്റ്റൻഷൻ്റെ കോൺസെപ്റ്റുകളെ ഒന്നുകൂടെ പറഞ്ഞതേ ഉള്ളൂ. ആവശ്യാനുസരണം മാത്രം എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. ഇപ്പം നിലവിൽ കണക്ക് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് പുതിയ കണക്കിൽ എക്സ്റ്റെൻഡ് ചെയ്യുക. കാര്യം എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് ഇനിയിപ്പോൾ അങ്ങോട്ടൊരു മോഡലായിട്ട് തന്നെ എടുക്കാം എന്നുള്ള പറയും. ചിലർക്കിപ്പോൾ അവരുടെ ബഡ്ജറ്റിനൊരു വീട് ചെയ്യാൻ പറ്റിയില്ല എന്ന് വെച്ചോളൂ. അപ്പോൾ അവരെന്ത് ചെയ്യുന്നു വെച്ചാൽ അവർക്ക് നല്ല സ്ഥലമുണ്ട്, പക്ഷേ വീട് ചെയ്യാനുള്ള പൈസ ഇല്ല. ഇപ്പോൾ 1200 സ്ക്വയർ ഫീറ്റ് വയ്ക്കാൻ പറ്റും. 2500 സ്ക്വയർ ഫീറ്റിൻ്റെ വീട് സ്വപ്നമാണ്, പക്ഷേ 1200 വയ്ക്കാൻ പറ്റുന്നുള്ളൂ. ശരി, 1200 വെച്ചാൽ മതി, പക്ഷെ അത് കൃത്യമായി വാസ്തുപ്രകാരം വയ്ക്കുക, എക്സ്റ്റെൻഡബിൾ ആയിരിക്കുക. അതായത് ഭാവിയിൽ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുന്ന പോർഷൻ നോർത്തിലോ ഈസ്റ്റിലോ വരുന്ന രീതിയിൽ വേണം അതിനെ പ്ലാൻ ചെയ്യാൻ. എങ്കിൽ മാത്രമേ ആ എക്സ്റ്റൻഷൻ വേണമെങ്കിൽ നമുക്കത് വളരുന്ന വീടുകൾ എന്നൊക്കെ പറഞ്ഞ് നല്ലൊരു കോൺസെപ്റ്റാണ് കേട്ടോ, മനോഹരമായ കോൺസെപ്റ്റാണ് ഈ വളരുന്ന വീടുകൾ എന്ന് പറയുന്നത്. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് വളർത്തി എടുക്കുന്ന എൻ്റെ വീടൊക്കെ അങ്ങനെയായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞങ്ങളൊക്കെ വലുതാവുന്ന സമയത്ത്, കുട്ടികളാകുന്ന സമയത്ത് വളരെ ലിമിറ്റഡ് സൗകര്യങ്ങളിലാണ് ആ വീടിരുന്നത്. പിന്നെ ഒരു മുറി ആഡ് ചെയ്ത് മുകളിൽ വെച്ചു. അങ്ങനെ വലുതായ ഒരു വീടാണ് എൻ്റെത്. അപ്പം അങ്ങനെ വരുമ്പോൾ ഞാനും ഈ ഒരു കോൺസെപ്റ്റിന് വളരെ എനിക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കോൺസെപ്റ്റിന് വളരുന്ന വീടുകൾക്ക് ശ്രദ്ധിക്കാനുള്ള കാര്യം, അത് വളർത്തേണ്ടത് വടക്കോട്ടും കിഴക്കോട്ടുമാണ് എന്ന് മനസ്സിലാക്കുക. ഒരു കാരണവശാലും തെക്കോട്ടും പടിഞ്ഞാറോട്ടും വീടിനെ വളർത്താൻ നിൽക്കരുത്. ഇനി തെക്കോട്ടും പടിഞ്ഞാറോട്ടും നിങ്ങൾക്ക് ചെയ്യാനേ പാടില്ല എന്നുള്ളൊരു കോൺസെപ്റ്റിന് ഞാൻ ചെറിയൊരു സൊല്യൂഷനും കൂടെ പറയാറുണ്ട്. ചിലപ്പോൾ നമുക്ക് തെക്കും പടിഞ്ഞാറും ആയിരിക്കും സ്ഥലം കിടക്കുന്നത്. തെക്കും പടിഞ്ഞാറും നിങ്ങൾ പ്ലാൻ ചെയ്യുന്നതിനോടൊപ്പം നോർത്തും ഈസ്റ്റും കൂടെ നമ്മൾ വീടിൻ്റെ ടോട്ടാലിറ്റിയിൽ ഒരു എക്സ്റ്റൻഷൻസ് പ്ലാൻ ചെയ്താൽ സൗത്തും വെസ്റ്റും നിങ്ങൾക്ക് ചെയ്യാം. അല്ലാതെ സൗത്തും വെസ്റ്റും മാത്രമായിട്ട് ചെയ്യുന്നതിനാണ് ഞാൻ എപ്പോഴും എതിര് പറയുന്നത്. ഈ കോൺസെപ്റ്റ് ശരിക്കും മനസ്സിലാക്കുക. എക്സ്റ്റൻഷനിൽ നമ്മൾ വെറുതെ ജസ്റ്റ് അയ്യോ സൗത്തിലേക്ക് പറ്റില്ല, വെസ്റ്റിലേക്ക് പറ്റില്ല, സൗത്ത് വെസ്റ്റിലേക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് നിൽക്കുകയല്ല. അവിടെ ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് നോർത്തിലും ഈസ്റ്റിലും കൂടെ ഗ്രോ ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ നമുക്കത് ആലോചിക്കാവുന്നതാണ്. ഇത് ശരിക്കും വാസ്തു വിശകലനം നടത്തിയതിനു ശേഷം മാത്രം തീരുമാനിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ വീടിന് എക്സ്റ്റൻഷൻ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പദ്ധതി ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ വിളിക്കുക. നമുക്കത് വാസ്തുപരമായിട്ട് പ്ലാൻ ചെയ്തുകൊണ്ട് തന്നെ വാസ്തുപരമായിട്ട് തന്നെ നമുക്കത് ചെയ്ത് എക്സ്റ്റെൻഡ് ചെയ്തെടുക്കാം. നല്ല രീതിയിൽ വീടിൻ്റെ ആ സ്പേസിനെ റീഡിഫൈൻ ചെയ്യാം. അപ്പം ഞാനിപ്പോഴും പറഞ്ഞു, ഞാനിപ്പോൾ ഫോക്കസ് ചെയ്യുന്ന ഈ ഒരു ഏരിയയാണ്, റീഡിഫൈനിങ് ഓഫ് സ്പേസസ്. നമ്മുടെ സ്പേസിൻ്റെ എനർജി കൂട്ടുക. അതെങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ ഓരോ റിസർച്ചിലും ഞാൻ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത് ആ കാര്യമാണ്. എനിക്ക് നിങ്ങളെ സഹായിക്കാൻ പറ്റും അങ്ങനത്തെ ഒരു ആംഗിൾ. അങ്ങനെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. നമ്പർ കാണിക്കുന്നുണ്ട്, ആസ് യൂഷ്വൽ ഈ വീഡിയോയിൽ പോകുന്നുണ്ട്, കാണിക്കുക. അതിൽ വിളിച്ച് നമുക്കത് എക്സ്റ്റൻഷൻ. പിന്നെ നമ്മൾ കാര്യമുണ്ട്, ഒരു കാര്യത്തിലേക്ക് ഇറങ്ങി തിരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു പ്രിപ്പറേഷൻ വേണം. നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യണം, എന്തിനാണ് നമ്മൾ ചെയ്യുന്നുള്ള ക്ലാരിറ്റി വേണം. ഏത് പ്രോജക്റ്റിലേക്ക് കൺസ്ട്രക്ഷൻ്റെ ഏറ്റവും വലിയ സംഭവം, ഇപ്പോൾ ഒരാൾ വന്ന് പറഞ്ഞ് അവിടെ ഒരു മുറി ഇറക്കി, വേറൊരാൾ പറഞ്ഞ് ഇപ്പുറത്തൊരു മുറി ഇറക്കി, അയാൾ പറഞ്ഞ് മുകളിൽ മുറി പാടില്ല എന്ന് പറഞ്ഞാൽ പൊളിച്ചു കളഞ്ഞു. അങ്ങനെയല്ല ഇതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ സീക്വൻസ് പോകേണ്ടത്. പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ചിട്ട് വേണം ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ എടുത്തു ചാടാൻ. ഇത്രയും പറഞ്ഞ വീഡിയോ അവസാനിപ്പിക്കുന്നത്. മറ്റൊരു നല്ല വീഡിയോ നിങ്ങൾ മുന്നിൽ എത്തുന്നവരെ നന്ദി, നമസ്കാരം.